ഹലോ, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ ബേസ്ഡ് ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എയുടെ ഒരു കാലം എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല ആർക്കും. എന്തായിരിക്കും ഇനി ഫ്യൂച്ചറിലെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണില്ല. ഞാൻ കുറേ ഇൻ്റർവ്യൂസൊക്കെ ഇരുന്ന് കണ്ടു ഈ സ്റ്റാർട്ടപ്പുകളുടെ സിഇഒമാരുടെയൊക്കെ. പലരും പലതാണ് പറയണത്. ചില കാര്യങ്ങളിൽ അവർ യോജിക്കുന്നു, ചിലതിൽ യോജിക്കണില്ല. എന്താണെങ്കിലും വലിയൊരു റെവല്യൂഷൻ വരാൻ പോവുകയാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഒരുപാട് ജോലികൾ നഷ്ടമായേക്കാം, പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം, പല പല സംഗതികളുണ്ട്. ബിസിനസ്സിൽ നിൽക്കുന്ന നമുക്കിവിടെ വലിയ അവസരം തന്നെയുണ്ട്. അതായത് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ്സിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഒന്നുമില്ല, ബേസ്ഡ് ആയിട്ടുള്ള പരസ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി, അതായത് ഓൺലൈൻ ആഡ്സിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കസ്റ്റമേഴ്സ് സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. സ്മോൾ ബിസിനസ് ഓണേഴ്സിന് അവർ നേരിടുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ് നിങ്ങളുടെ ബിസിനസ്. ആ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത്. ഞാൻ കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളുടെ നാട്ടിൽ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും പല ആമസോൺ, ഫ്ലിപ്കാർട്ട് പല രീതിയിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ചിലവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം വേണ്ടത്ര കസ്റ്റമറെ കിട്ടുന്നില്ല. ചിലർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കസ്റ്റമേഴ്സിൻ്റെ ലീഡ്സൊക്കെ വരുന്നുണ്ട്, ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, പക്ഷേ സെയിൽ കാര്യമായിട്ട് നടക്കണില്ല. ചിലർ നേരിടുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കസ്റ്റമറെ കിട്ടണമെങ്കിൽ പരസ്യം കൊടുക്കണമല്ലോ. യൂട്യൂബിൽ പരസ്യം കൊടുക്കണം, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലെല്ലാം പരസ്യം കൊടുക്കണം. അപ്പോൾ അതിന് വീഡിയോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പല ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പ്രൊഡക്റ്റിൻ്റെ വീഡിയോഗ്രാഫി, പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോഗ്രാഫി, ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് മേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്മോൾ ബിസിനസ് ഓണേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് തയ്യാറാക്കി കൊടുക്കുക, കംപ്ലീറ്റ്ലി യൂസ് ചെയ്തുകൊണ്ട്. അവരുടെ പ്രൊഡക്റ്റ് വീഡിയോഗ്രാഫി നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അവരുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും നല്ല ഫെസിലിറ്റി ഉണ്ടാവില്ല. നല്ല സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും അവരുടെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും അധിക പേരും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരം ക്യാമറകളിലും അതുപോലെ തന്നെ ലൈറ്റിങ്ങിനൊന്നും അവർക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഈവൻ സ്പെൻഡ് ചെയ്താൽ പോലും അതെങ്ങനെ ചെയ്യുമെന്നുള്ള അറിവ് പലർക്കും ഉണ്ടാവില്ല. വെറുതെ ഒരു ക്യാമറ കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പഠിക്കണം, വീഡിയോ മേക്ക് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതൊക്കെ പ്രൊഫഷണൽസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ് വീഡിയോഗ്രാഫി, നല്ല ഹൈ ക്വാളിറ്റിയുള്ള കണ്ടൻറ് ക്രിയേഷൻ. ഇന്ന് അത് പല ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി നമ്മളല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂസ് ചെയ്തിട്ടുള്ള ബ്ലോഗേഴ്സ് വന്നു കഴിഞ്ഞു, ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞു, അവർ ഉപദേശം തരുന്നു. അതായത് നമുക്ക് ഒരു 1-2 മാസം മുമ്പ് വരെയൊക്കെ കുറച്ചും കൂടിയും നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു ഇത് വീഡിയോയാണ്. കാരണം ആ ചുണ്ടിൻ്റെ അനക്കമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആണ്, വലിയ കാർട്ടൂൺ സെറ്റപ്പാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ VO3 ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ചും കൂടി മലയാളം പോലും കുറച്ചും കൂടി നല്ല രീതിയിൽ ഇപ്പോഴും നമുക്ക് ആണെന്ന് മനസ്സിലാകും. പക്ഷേ ഇനി അതിൻ്റെ താഴേക്ക് പോകൂല. ഞാൻ പറഞ്ഞു തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് ടെക്നോളജി ഇപ്പം നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മോശം അവസ്ഥയാണ്. ഇനി അതിൻ്റെ താഴേക്ക് പോകില്ല. ഇനി അവിടെ നിന്ന് ഒരു പടി മേളിലോട്ട് പോയാലേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇത് ബെറ്ററായിട്ട് വരും. ആരാണ് റിയൽ, ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സംഗതികൾ മറിയും. നമുക്കിവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റിയൽ പേഴ്സണെയും ഏജൻറ്റിനെ അല്ലെങ്കിൽ അവതാറിനെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു ടൈം വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിസ്സാര മാസങ്ങൾ കൊണ്ട് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്മോൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടെ കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഇതൊന്നും പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്ക്രിപ്റ്റ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുക. അത് ഓൾറെഡി നമുക്കിപ്പോൾ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ നമ്മുടെ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾ സെല് ചെയ്യുന്നത് എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ഷൂസ് ആണെങ്കിൽ ഷൂസിൻ്റെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഷൂസ് ബ്രാൻഡ് വലിയ അഡിഡാസ്, നൈക്കി പോലുള്ളവർ ചെയ്യുന്ന അവരെയൊക്കെ കൊമേഴ്ഷ്യൽ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് അവരതൊക്കെ മേക്ക് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ക്യാമറ ആംഗിൾസ് യൂസ് ചെയ്ത് പല മോഡൽസിനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ബിസിനസ് ഓണേഴ്സിനൊന്നും ആ ലെവലിലിട്ട് റീച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വന്നതോടുകൂടി
പല രീതിയിൽ AI കണ്ടൻറ്റുകൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പം തന്നെ നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ടൂൾസ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ടൂൾസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇതേപോലുള്ള വീഡിയോസ്, കണ്ടൻറ്റുകൾ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇതെല്ലാം മേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞതെല്ലാം ഈ വീഡിയോസും ഫോട്ടോയും ഇതെല്ലാം മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. പരസ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മേക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. ഈ സ്മോൾ ബിസിനസ് ഓണേഴ്സാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സ് മറ്റു ബിസിനസ് ചെയ്യുന്ന, അതായത് ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് തരാം. മാർക്കറ്റിംഗ് കണ്ടൻറ്റുകൾ, പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ, നിങ്ങളുടെ നിലവിലുള്ള പ്രൊഡക്റ്റ് കുറച്ചും കൂടിയൊക്കെ ക്യാമറ നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അത് നമുക്ക് ക്യാമറയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ AI യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം ഞങ്ങൾ മേക്ക് ചെയ്ത് തരാം, ഇത്ര ഫീസ് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അവരെ. ഇനി ഈ കസ്റ്റമേഴ്സിനെ എവിടെ നിന്ന് കണ്ടെത്തും? അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. എന്ത് കയ്യിലുണ്ട് വിൽക്കാൻ എന്നുള്ളതിലല്ല കാര്യം, ഇത് വാങ്ങാൻ എത്ര ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിലാണ് കാര്യം. കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ നേരെ സെർച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പാരൽസ് ഒക്കെ സെല് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ബ്യൂട്ടിക്കൊക്കെ നടത്തുന്നവർ, അവരെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക. എന്തെങ്കിലും ബ്യൂട്ടിക്കിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ലിസ്റ്റിൽ അവരുടെ ഫോൺ നമ്പർ ഉണ്ടാവും. അധിക ഫോൺ നമ്പറുകൾക്കും വാട്സപ്പ് ഉണ്ടായിരിക്കും. വാട്സപ്പിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ നമ്പർ കിട്ടിയത് ഗൂഗിളിൽ നിന്നാണ്. ഞങ്ങൾ ജസ്റ്റ് AI ബേസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് തരാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സെയിൽ വർദ്ധിപ്പിക്കാനും കസ്റ്റമേഴ്സിനെ കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ സാമ്പിൾ വീഡിയോസും സാമ്പിളായിട്ട് നിങ്ങൾ തയ്യാറാക്കിയേക്കണേ ഈ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കുക. ആദ്യം തന്നെ ടൂൾസ് ഉപയോഗിച്ച് നിങ്ങളൊരു സാമ്പിൾ ഉണ്ടാക്കുക, എന്നിട്ട് അയച്ചു കൊടുക്കുക. ഇനി രണ്ടാമതൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. നേരെ ഇൻസ്റ്റഗ്രാമിൽ ചെന്നിട്ട് പരസ്യങ്ങളുണ്ടല്ലോ, സ്പോൺസേർഡ് എന്ന് കാണുന്ന പരസ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ലൈക്ക് കൊടുക്കുക. ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ പരസ്യങ്ങൾ കാണും. സാധാരണ പരസ്യം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? മലയാളത്തിലൊരു പരസ്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തട്ടി അടുത്തമായിട്ട് പോയല്ലേ. ഇനി മുതൽ അത് ചെയ്യാതെ ആ പരസ്യത്തുമൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്ത് പരസ്യങ്ങളിലെല്ലാം നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം കൂടുതലായിട്ട് ഇതുപോലുള്ള പരസ്യങ്ങൾ നിങ്ങളെ കാണിക്കും. ഈ പരസ്യങ്ങൾ കൊടുക്കുന്നതെല്ലാം തന്നെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഓൾറെഡി പരസ്യത്തിന് വേണ്ടിയിട്ട് കാശ് മുടക്കുന്നുണ്ട്. അവരെ ജസ്റ്റ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. കസ്റ്റമർ എന്ന രീതിയിലല്ല, നിങ്ങളുടെ ബിസിനസ് അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയുക, നിങ്ങളുടെ പരസ്യത്തിന് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് AI യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്ക്രിപ്റ്റൊക്കെ അടിപൊളിയാണ്, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് നമുക്ക് AI അവതാറുകളെ ഉപയോഗിച്ചുകൊണ്ട് പരസ്യം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പേജിൽ കൂടുതൽ പോസ്റ്ററുകൾ നല്ല രീതിയിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെയാണ് വീഡിയോസ് ഇടണുള്ളൂ. നമുക്ക് എല്ലാ ദിവസവും ഇടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക. നിലവിൽ ഇത് ചിലരൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. പക്ഷേ അധികവും 10ാം ക്ലാസ്, +2, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ഉള്ള ചെറിയ ചെറിയ കുട്ടികളാണ് അധികം ചെയ്യണത്. അവർ മോശമാണെന്നല്ല, ടെക്നോളജി സൈഡ് നല്ലതാണ്, പക്ഷേ അവർക്ക് ബിസിനസ് സൈഡ് കാര്യമായിട്ട് അറിയില്ല. അതായത് മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ ഫോളോ അപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ക്ലിയർ ആയിട്ട് അറിയില്ല. കാരണം ഞാൻ ഒരുപാട് പേരെ അത് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പലരും വളരെ വൈകിയാണ് റിപ്ലൈ തരുന്നത്. ചിലർ റിപ്ലൈ തന്നെ തരാറില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ നേരത്തെ നമുക്കൊരു ബിസിനസ്സായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഹോബി പോലെ നമ്മൾ വെറുതെ മൊബൈലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഹോബി പോലെ ചെയ്യുന്നവരാണ് അധിക ആളുകളും. അപ്പോൾ നിങ്ങളിതിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് കസ്റ്റമറെ ഡീൽ ചെയ്യുന്നു, പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നു, അവരെ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു, അവർക്ക് ഓഫറുകൾ നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ സാമ്പിൾസ് അയച്ചു കൊടുക്കുന്നു, ബെനിഫിറ്റുകളെ പറ്റി പറയുന്നു. ഇപ്പോൾ ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ്സായി. മറ്റേതെന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞ പോലെ കുട്ടികളാണ്. പിന്നെ ചിലർ കംപ്ലയിൻറ്റ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഇത് ടെക്നോളജി വലിയ പിടിയില്ല ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ കഴിവും നമുക്ക് തന്നെ വേണമെന്നില്ല. നമ്മളുടെ ഓൺ കഴിവ് തന്നെ സെല്ല് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമല്ല. നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടെത്താനായിട്ട് നോക്കുക.
നിങ്ങൾക്ക് ബിസിനസ് സൈഡിൽ നല്ല നോളജ് ഉണ്ട്, ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ നോളജും നമുക്ക് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകളെ കണ്ടെത്തുക. അതായത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ, ഈ ടെക് വശം അറിയുന്നവരെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ടെക് നല്ല രീതിയിൽ അറിയാം, ടെക്നോളജി സൈഡ് നല്ല രീതിയിൽ അറിയാം, പക്ഷേ മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ മാനേജ്മെൻറ്റ് ഇതുപോലെ ബിസിനസ്സിൻ്റെ വശങ്ങൾ വലിയ പിടിയില്ലെങ്കിൽ അതിൻ്റെ ആളുകളെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് ജോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള പിന്നെ ഒരു കാര്യം, നമ്മൾ തന്നെ എല്ലാം പഠിച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ടൈം വേസ്റ്റ് ആവും. എല്ലാവർക്കും എല്ലാത്തിലും കഴിവുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് പലരെയും കണ്ടെത്താനായിട്ട് സാധിക്കും. ടെക്ക് മാത്രം അറിയാവുന്ന ആളുകളുണ്ട്, പക്ഷേ അവരുടെ ബിസിനസ് സൈഡ് വളരെ മോശമായിരിക്കും. നേരെ തിരിച്ചും നല്ല രീതിയിൽ ബിസിനസ് സൈഡ് അറിയാവുന്നവരുണ്ടായിരിക്കും, പക്ഷേ ടെക്ക് അവർക്ക് വലിയ പിടി ഉണ്ടാവില്ല. അപ്പോൾ ആരെയാണെന്നുള്ളത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നിട്ട് പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പല മാർഗ്ഗങ്ങളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, AI ഒരു റവല്യൂഷൻ ഏറെക്കുറെ വന്നു കഴിഞ്ഞു. ഇനി പല മേഖലയിലേക്ക് അത് വേഗത്തിൽ തന്നെ പഴയതുപോലെയല്ല. അതായത് ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഒരു ടൈം പോലെയല്ല. അത് പതിയെയാണ് അതിലെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. ഓരോ വർഷവും 2 കൊല്ലവും 3 കൊല്ലവും ഒക്കെ എടുത്തിട്ടാണ് മാറ്റം. ഇതെന്ന് പറഞ്ഞാൽ മാസങ്ങൾ കൊണ്ട് തന്നെ വലിയ ചേഞ്ചുകളാണ് ഇതിന് കണ്ടുവരുന്നത്. അപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏത് കാലം വന്നാലും ബിസിനസ്സിൻ്റേതായിട്ടുള്ള ബേസിക്സ് ഉണ്ട്. മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ മാനേജ്മെൻറ്റ് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് AI വന്നതുകൊണ്ട് അതിന് മാറ്റമൊന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓർത്തിരിക്കുക, ഞാൻ പറഞ്ഞ ബിസിനസ് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കണ്ടൻറ്റുകൾ ചെറിയ ബിസിനസ് ഓണേഴ്സിന് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഏജൻസി. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഐഡിയ. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.